ഹായ്, ഇന്നത്തെ റെസിപ്പി ജാതിക്ക കൊണ്ടൊരു ചമ്മന്തിയും ജാതിക്ക കൊണ്ടൊരു ഔഷധവുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു ജാതിക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ ഉള്ളിലെ പാട് പോലെയുള്ളതൊക്കെ എടുത്ത് കളയണം. അതിനുശേഷം ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിമുളക് ഞാനിവിടെ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ 2 കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ ചെറിയ ജാറാണ് യൂസ് ചെയ്യുന്നത്. ജാറിലേക്ക് ജാതിക്ക കട്ട് ചെയ്തതും തേങ്ങ ചിരകിയതും ആദ്യം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ചെറിയുള്ളിയും കാന്താരിമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും എല്ലാം നന്നായിട്ടൊന്ന് ചമ്മന്തി പരുവത്തിൽ അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് വയറുവേദനയ്ക്കൊക്കെ നല്ലതാണ്. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ചോറിനും കഞ്ഞിക്കും ഒപ്പം കഴിക്കാൻ പറ്റും. അപ്പം ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ റെസിപ്പി. ജാതിക്ക കൊണ്ടുള്ള ഒരു ചെറിയ ഔഷധമാണ്. അപ്പോൾ ഇത് ജാതിക്ക നന്നായിട്ട് കഴുകിയെടുത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുന്നുണ്ട്. ജാതിക്കയുടെ അകത്തുള്ള പാടയൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ജാതിക്ക അച്ചാർ നോക്കിയാൽ അറിയാം ഞാൻ എങ്ങനെയാണ് ജാതിക്ക ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ജാതിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഡൈജഷൻ നല്ല രീതിയിൽ ക്രമീകരിച്ച് തരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പിഞ്ച് ചെറിയ ജാതിക്ക മുഴുവൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വിരശല്യത്തിന് ഒരു പരിഹാരമാണ്. ചെറുതായി കട്ട് ചെയ്ത് ജാതിക്ക ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ജാതിക്കാക്കുരു അരച്ച് തേൻ ചേർത്ത് കഴിക്കുന്നതും അല്ലെങ്കിൽ ജാതിക്കാക്കുരു ചുട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് കഴിക്കുന്നതും ലൂസ് മോഷന് ഒരു നല്ല പരിഹാരമാണ്. ഞാൻ അരിഞ്ഞു വെച്ചത് 2 കുപ്പിയിലേക്ക് മാറ്റി. രണ്ട് കുപ്പിയിൽ ഞാനിവിടെ ഉപ്പുപൊടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം ഉപ്പ് കല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നന്നായി കഴുകി ഉണങ്ങിയെടുത്ത കുപ്പികളാണിത്. ഇതിലൊരു കുപ്പിയിൽ ഞാൻ തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് അച്ചാറിടാനൊക്കെ ആയിട്ട് ഈ ജാതിക്ക നമുക്ക് യൂസ് ചെയ്യാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കുപ്പിയിലുള്ള ജാതിക്കയ്ക്ക് എപ്പോഴും ഒരു ഫ്രഷ് ടേസ്റ്റാണ്. ജാതിക്ക ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നെഞ്ചെരിച്ചിലിന് ഒരു നല്ല പരിഹാരമാണ്. അതുപോലെ ദൂരയാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗിൽ കരുതുന്നത് നല്ലതാണ്. ഇതിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ ഗ്യാസ് കെട്ടാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ ഉപ്പിലിടുന്നത് കൊണ്ട് തന്നെ ജാതിക്ക കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെക്കുക. നമുക്കിത് ഫ്രിഡ്ജിൽ ഇനി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഉപകാരമുണ്ട് ജാതിക്ക കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു സോ മച്ച്.